നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് എലിജി റിട്ടേൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് ബൈ തോമസ് ഗ്രേ. തോമസ് ഗ്രേസ് Elegy Written in a Country Churchyard belong to the genre of elegy. An elegy is a poem written to mourn a person's death. Gray wrote this elegy in the year 1742. However, he published it only in the year 1751. He wrote this poem after the death of his friend Richard Wurst. The poem is an elegy of the common man. It is Gray's masterpiece. The poem is philosophical and emotional at the same time. The beauty of the poem lies in its simplicity. Nonetheless, the poet brings out the ultimate truth about life and death in free-flowing poetic lines. തോമസ് ഗ്രേയുടെ എലിജി റിട്ടേൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എന്ന കവിത വിലാപകാവ്യ വിഭാഗത്തിൽ പെടുന്നു. ഒരു വ്യക്തിയുടെ മരണത്തിൽ വിലപിക്കാൻ എഴുതുന്ന കവിതയാണ് എലിജി. ഗ്രേ ഈ എലിജി എഴുതിയത് 1742 എന്നിരുന്നാലും അദ്ദേഹം ഇത് പ്രസിദ്ധീകരിച്ചത് 1751 തൻ്റെ സുഹൃത്ത് റിച്ചാർഡ് വേഴ്സ്റ്റിൻ്റെ മരണശേഷമാണ് അദ്ദേഹം ഈ കവിത എഴുതിയത്. ഈ കവിത സാധാരണക്കാരൻ്റെ വിശേഷണമാണ്. ഇത് ഗ്രേയുടെ മാസ്റ്റർ പീസാണ്. ഈ കവിത ഒരേ സമയം ദാർശനികവും വൈകാരികവുമാണ്. കവിതയുടെ ഭംഗി അതിൻ്റെ ലാളിത്യത്തിലാണ്. എന്നിരുന്നാലും ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള പരമമായ സത്യത്തെ സ്വതന്ത്രമായി ഇതിൻ്റെ വരികളിലൂടെ കവി പുറത്തു കൊണ്ടുവരുന്നു. സമ്മറി. Gray's Elegy Written in a Country Churchyard presents the omniscient speaker who talks to the reader. First, he stands alone in a graveyard deep in thought. While there, he thinks about the dead people buried there. The graveyard referred to here is the graveyard of the church in Stoke Poges, Buckinghamshire. The speaker contemplates the end of human life through the poem. He remarks on the inevitability of death that every individual has to face. ഗ്രേ ഈ കവിത വായനക്കാരോട് സംസാരിക്കുന്ന സർവജ്ഞനായ സ്പീക്കറിലൂടെ അവതരിപ്പിക്കുന്നു. ആദ്യം അവൻ ഒരു ശ്മശാനത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നു. അവിടെ ഇരിക്കുമ്പോൾ അവിടെ കുഴിച്ചിട്ട മരിച്ചവരെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നു. ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ശ്മശാനം ബക്കിംഗ്ഹാംഷെയറിലെ സ്റ്റോക്ക് പോജസിലെ പള്ളിയുടെ ശ്മശാനമാണ്. കവിതയിലുടനീളം മനുഷ്യജീവിതത്തിൻ്റെ അവസാനത്തെക്കുറിച്ചാണ് സ്പീക്കർ ചിന്തിക്കുന്നത്. ഓരോ വ്യക്തി അഭിമുഖീകരിക്കേണ്ട മരണത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ബിസൈഡ്സ് മോർണിംഗ് the loss of someone, the speaker in the elegy reminds the reader that all people will die one day. Death is an unavoidable and natural thing in everyone's life. When one dies today, tomorrow a stranger will see the person's tombstone. Out of curiosity, he will ask about the person buried there to a villager. The villager will reply that he knew the man. He would add that he had seen him in various spots. Sometimes he will also remark that he had stopped seeing the man one day and then there was the tombstone. ഒരാളുടെ വേർപാടിൽ വിലപിക്കുന്നതിനൊപ്പം എല്ലാ ആളുകളും ഒരു ദിവസം മരിക്കുമെന്ന് ഇതിലൂടെ വായനക്കാരെ ഓർമ്മിപ്പിക്കുന്നു. മരണം എല്ലാവരുടെയും ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്തതും സ്വാഭാവികമായ ഒരു കാര്യവുമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഒരാൾ മരിക്കുമ്പോൾ ഒരു അപരിചിതൻ വർഷങ്ങൾക്ക് ശേഷം ആ വ്യക്തിയുടെ ശവകുടീരം കാണും. ജിജ്ഞാസ നിമിത്തം അയാൾ അവിടെ കുഴിച്ചിട്ട ആളെപ്പറ്റി ഒരു ഗ്രാമീണനോട് ചോദിക്കും.
ആളെ അറിയാമെന്ന് ഗ്രാമവാസി മറുപടി പറയും. പലയിടത്തും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കും. ചിലപ്പോൾ ആ മനുഷ്യനെ ഒരു ദിവസം അവസാനമായി കണ്ടുവെന്നും പിന്നീട് ഇവിടെ ശവകുടീരമുണ്ടായെന്നും അദ്ദേഹം പരാമർശിക്കും. In the poem, Gray, the poet himself writes the epitaph of his own. He says that his life is full of sadness and depression. However, he feels proud of this knowledge. He calls it incomparable. In addition to this, he says that no one is perfect in this world. So he asks the reader not to judge anyone in the graveyard. Each and every soul is different and takes rest for eternity in the graveyard. In conclusion, the poet, through the speaker, ends the elegy by saying that death is an inevitable event in this world. Also, he says that man's effort and his struggles to succeed in life comes to an end in death. Thus, death conquers man regardless of his successes and of failure in his endeavor during his life. കവിതയിൽ ഗ്രേ കവി തന്നെ സ്വന്തം എപ്പിത്താഫ് എഴുതുന്നു. തൻ്റെ ജീവിതം ദുഃഖവും വിഷാദവും നിറഞ്ഞതാണെന്ന് അദ്ദേഹം പറയുന്നു. എന്നിരുന്നാലും തൻ്റെ അറിവിൽ അഭിമാനം തോന്നുന്നു. അദ്ദേഹം അതിനെ താരതമ്യപ്പെടുത്താനാവാത്തത് എന്ന് വിളിക്കുന്നു. ഇതുകൂടാതെ ഈ ലോകത്ത് ആരും പൂർണ്ണരല്ല എന്ന് അദ്ദേഹം പറയുന്നു. അതിനാൽ ശ്മശാനത്തിൽ ആരെയും വിധിക്കരുതെന്ന് അദ്ദേഹം വായനക്കാരോട് ആവശ്യപ്പെടുന്നു. ഓരോ ആത്മാവും വ്യത്യസ്തമാണ്. ശ്മശാനത്തിൽ നിത്യതയ്ക്കായി വിശ്രമിക്കുന്നു. ഉപസംഹാരമായി ഈ ലോകത്ത് മരണം അനിവാര്യമായ ഒരു സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് കവി സ്പീക്കറിലൂടെ എലിജി അവസാനിപ്പിക്കുന്നു. കൂടാതെ ജീവിതത്തിൽ വിജയിക്കാനുള്ള മനുഷ്യൻ്റെ പരിശ്രമങ്ങളും പോരാട്ടങ്ങളും മരണത്തിൽ അവസാനിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെ മരണം മനുഷ്യനെ കീഴടക്കുന്നു. അവൻ്റെ ജീവിതകാലത്ത് അവൻ്റെ ഉദ്യമങ്ങളിൽ വിജയങ്ങളും അല്ലെങ്കിൽ പരാജയങ്ങളും പരിഗണിക്കാതെയാണ് മരണം കടന്നു വരുന്നത്. അനാലിസിസ് ഓഫ് എലിജി റിട്ടേൺ ഇൻ എ കൺട്രി ചേർച്ചിയ stanza 1-4. The curfew tolls the knell of parting day. The lowing herd winds slowly over the lea. The ploughman homeward plods his weary way and leaves the world to darkness and to me. Now fades the glimmering landscape on the sight, and all the air a solemn stillness holds, save where the beetle wheels his soaring fight, and drowsy tinkles gnaw the distant float. Save that from yonder ivy mantled tower, the moping owl does to the moon complain of such as wandering near her secret bower, wanders his ancient solitary recline. Beneath those rugged elms that new trees shade, where heaves the turf in many a mounting heap, each in his narrow cell forever laid, the road forefathers of the hamlet sleep. As it opens, Elegy Return in a Country Churchyard begins with the description of the evening in a rural place. The evening church bells tells the passing of the day. Cattle bleat as they turn homewards. Tired farmers also follow. Darkness begins to cover the world. The speaker, that is, the poet, is standing in a graveyard. All is quiet and only the beetle buzzes and the owl hoots. Among a group of elm trees, there is the graveyard. It belonged to the village. There are burials of the village's ancestors in the graveyard. ഈ കവിത ആരംഭിക്കുന്നത് ഒരു ഗ്രാമത്തിലെ സായാഹ്നത്തിൻ്റെ വിവരണത്തോടെയാണ്. വൈകുന്നേരത്തെ പള്ളിമണി ദിവസവും മുഴങ്ങുന്നതിനെക്കുറിച്ച് പറയുന്നു. കന്നുകാലികൾ വീട്ടിലേക്ക് തിരിക്കുമ്പോൾ ക്ഷീണിച്ചിരിക്കുന്നു. തളർന്ന കർഷകരും പിന്നാലെയുണ്ട്.
ഇരുട്ട് ലോകത്തെ മൂടാൻ തുടങ്ങുന്നു. സ്പീക്കർ, അതായത് കവി, ഒരു ശ്മശാനത്തിൽ നിൽക്കുന്നു. അവിടെ എല്ലാം നിശബ്ദമാണ്. ബീഡിൽ ഒരു തരം ജീവിയുടെ ശബ്ദം മുഴങ്ങിക്കേൾക്കുന്നു. മൂങ്ങയും ശബ്ദമുണ്ടാക്കുന്നു. ഗ്രാമത്തിൽ ഒരു കൂട്ടം ഇലഞ്ഞ മരങ്ങൾക്കിടയിലാണ് ആ ശ്മശാനം. ഈ ശ്മശാനത്തിൽ ഗ്രാമവാസികളുടെ പൂർവികരെ അടക്കം ചെയ്തിരിക്കുന്നു. Stanzas 5 to 8. The breezy call of intense breathing mourn, the swallow twittering from the straw-built shed, the cock's shrill caltune or the echoing corn, no more shall rouse them from their lovely bed. For them no more the blazing hearth shall burn, or busy housewife play her evening care, nor children round to lips their sweeter return, or climb his knees and enward kiss to share. Oft did the harvest to their sickle yield, their furrow oft the support glebgy has broke. How jocund did they drive their team afield, how borrowed the wood beneath their starry stroke. Let not ambition mock their useful toil, their homely joys and destiny obscure, nor grandeur hear with a disdainful smile the short and simple annals of the pure. In these stanzas of elegy written in a country churchyard, the poet goes on to talk about the people buried in the graveyard. They are sleeping in beds that are low to the ground. No sound can wake them up. The twittering of the swallow, the morning call of the cock, even a horn cannot wake them. Their wives and their children, nobody cared for them anymore. They were hard-working men, then they were alive. Their ploughing, their harvesting, and their farming all were efficient. The speaker asked not to look down upon their simple life and hard work. Ambitious people think of village life as simple, but the villages had their joy and sorrow, much like others. ഈ കവിതയുടെ വരികളിൽ കവി ശ്മശാനത്തിൽ കുഴിച്ചിട്ട ആളുകളെക്കുറിച്ച് സംസാരിക്കുന്നു. നിലത്ത് താണുകിടക്കുന്ന കട്ടിലിൽ അവർ ഉറങ്ങുകയാണ്. ഒരു ശബ്ദത്തിനും അവരെ ഉണർത്താൻ കഴിയില്ല. പ്രഭാതത്തിൽ കോഴിയുണ്ടാക്കുന്ന ശബ്ദം തുടങ്ങി ഒരു ശബ്ദത്തിനും അവരെ ഉണർത്താനാകില്ല. അവരുടെ ഭാര്യമാർ, കുട്ടികൾ ആരും അവരെ ശ്രദ്ധിക്കുന്നില്ല. ജീവിച്ചിരുന്നപ്പോൾ അവർ കഠിനാധ്വാനികളായിരുന്നു. അവരുടെ ഉഴവും വിളവെടുപ്പും കൃഷിയുമെല്ലാം കാര്യക്ഷമമായിരുന്നു. അവരുടെ ലളിതമായ ജീവിതത്തെയും കഠിനാധ്വാനത്തെയും നിസ്സാരമായി കാണരുതെന്ന് സ്പീക്കർ ആവശ്യപ്പെടുന്നു. അതിമോഹമുള്ള ആളുകൾ ഗ്രാമജീവിതത്തെ ലളിതമായി കരുതുന്നു. എന്നാൽ ഗ്രാമീണർക്ക് മറ്റുള്ളവരെ പോലെ സന്തോഷവും സങ്കടവുമുണ്ട്. Stanzas 9 to 12. The boughs of her dried the palm of power, and all that beauty, all that world ever gave, awaits like the inevitable hour, the paths of glory led but to the grave. Know you, ye proud, impute to these the fault, if memory over their tomb no trophies trace. Where draw the long down assail and freighted vault, the pealing anthem swells the note of praise. Can stored urn or animated burst back to its mansion, call the fleeting breath? Can honor's voice provoke the silent dust, all factories smoothie the dull, cold ear of death? Perhaps in this neglected spot is laid some hard wounds pregnant with celestial fire, hands that the roar of ember might have swayed, or wakened to ecstasy the living life. Also, the poet says that the poor are not inferior to the rich in death. Invariably, every human life ends in death.
the beauty, the wealth, the glory all led to the unavoidable end. The villager's grave does not have the grandness in ceremonies and tombstones, but the none of that can bring a person back to life. So there is no use of them. One should remember that no one knew that one of the dead villagers may have achieved greatness in life. Therefore, there may be a ruler or a poet buried in there. ദരിദ്രർ മരണത്തിൽ ധനികരേക്കാൾ താണവരല്ലെന്ന് കവി പറയുന്നു. ഓരോ മനുഷ്യജീവിതവും മരണത്തിൽ അവസാനിക്കുന്നു. സൗന്ദര്യവും സമ്പത്തും മഹത്വവും എല്ലാം ഒഴിവാക്കാനാവാത്ത അവസാനത്തിലേക്ക് നയിക്കുന്നു. ചടങ്ങുകളും ശവകുടീരങ്ങളിലും ഉള്ള പ്രതാപം ഗ്രാമവാസികളുടെ ശവകുടീരത്തിനില്ല. പക്ഷേ അതിനൊന്നും ഒരു വ്യക്തിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയില്ല. അതിനാൽ അവ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. മരിച്ച ഗ്രാമീണരിൽ ഒരാൾ ജീവിതത്തിൽ വലിയ നേട്ടം കൈവരിച്ചിട്ടുണ്ടെന്ന് ആർക്കും അറിയില്ലായിരുന്നെന്ന് ഓർക്കണം. അതുകൊണ്ട് അവിടെ ഒരു ഭരണാധികാരിയോ കവിയോ അടക്കം ചെയ്തിട്ടുണ്ടാകും. Stanzas 13-60. But knowledge to their eyes their ample page, rich with the spoils of time did never untold. Chill penury repressed their noble rage, and froze the genial current of the soul. Full may a germ of purest ray swinner the dark unformed caves of ocean bear. Full many a flower is born to blush unseen and wears its sweetness on the desert air. Some village Hampton that with dauntless breast the little triumph of his feats withstood. Some mute inglorious Milton here may rest, some grovel guiltless of his country's blood. The Apollos of listening senate to command, the treats of pain and ruin to despise, to scatter plenty over a smiling land and read their history in a nation's eyes. In these stanzas, the poet remarks, the villagers who were dead would also have talent. There might be a Milton or a Cromwell buried there. They did not get opportunities to prove themselves, like gems hidden deep under the ocean and like desert flowers, they have perished without notice. Given opportunities, they would have also succeeded. People would have read their deeds in history. ഈ ചരണങ്ങൾ മരിച്ചുപോയ ഗ്രാമീണർക്കും കഴിവുകൾ ഉണ്ടായിരിക്കുമെന്ന് കവി അഭിപ്രായപ്പെടുന്നു. ഇവിടെ ഒരു മിൽട്ടനോ ക്രോംവെല്ലോ അടക്കം ചെയ്തിട്ടുണ്ടാകും. അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് ലഭിച്ചില്ല. സമുദ്രത്തിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന രത്നങ്ങൾ പോലെയും മരുഭൂമിയിലെ പൂക്കൾ പോലെയും അവ മറ്റുള്ളവർ അറിയാതെ നശിച്ചു. അവസരങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിൽ അവരും വിജയിക്കുമായിരുന്നു. ആളുകൾ അവരുടെ കലാസൃഷ്ടികൾ ചരിത്രത്തിൽ വായിക്കുമായിരുന്നു. Stanzas 70-20. The Lord forbade nor circumscribed alone their growing virtues, but their crimes confined. Forbade to wait to slaughter to a throne and shut the gates of mercy on mankind. The struggling pangs of conscious truth to hide, the quench the blushes of ingenuous shame, or heap the strain of luxury and pride with intents kindled at the muse's flame. Far from the madding crowd's ignoble strife, their sober wishes never learn to stray. Along the cool cursed veil of life, they kept the noiseless tenor of their way. Yet even these bonds from insult to protect, some frail memorial still erected nigh, with uncalmed rhymes and shakeless rapture declared, implores the passing tribute of a son. To put the content of these stanzas in a nutshell, the villagers did not wish to involve in treachery and deceit.
They were honest people and wished to lead simple lives, so they kept themselves away from the mad crowd of the cities and kingdoms. They were true to themselves. They liked peace and honesty. But still, they were marking to note their memory. The termless were simple. The language was ordinary, but there is truth in their memory. ഈ ചരണങ്ങളുടെ ഉള്ളടക്കം ചുരുക്കത്തിൽ പറഞ്ഞാൽ ചതിയിലും വഞ്ചനയിലും ഉൾപ്പെടാൻ ഗ്രാമവാസികൾ ആഗ്രഹിച്ചില്ല. അവർ സത്യസന്ധരായ ആളുകളായിരുന്നു. അവർ ലളിതമായ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചു. അതിനാൽ നഗരങ്ങളിലെയും രാജ്യങ്ങളുടെയും ഭ്രാന്തൻ ജനക്കൂട്ടത്തിൽ നിന്നും അവർ സ്വയം അകന്നു. അവർ തങ്ങളോട് തന്നെ സത്യസന്ധന്മാരായിരുന്നു. അവർ സമാധാനവും സത്യസന്ധതയും ഇഷ്ടപ്പെട്ടു. എന്നിട്ടും അവരുടെ ഓർമ്മകൾ ശ്രദ്ധിക്കാൻ അടയാളങ്ങളുണ്ടായിരുന്നു. ശവകുടീരങ്ങൾ ലളിതമായിരുന്നു. ഭാഷ സാധാരണമായിരുന്നു. പക്ഷേ അവരുടെ ഓർമ്മയിൽ സത്യമുണ്ട്. Stanzas 21-24. The name, the year spelt by the unlettered muse, the place of fame and elegy supply, and many a holy thirst around she strew, that teach the rustic moralist to die. For who to dumb forgetfulness a prey, displeasing anxious being ever resigned, left the warm presence of the cheerful day, nor cast one longing, lingering look behind. On some fond breast the parting soul release, some piteous drops the closing eye recalls. Even from the tomb the voice of nature cries, even in our ashes leave their haunted fries. For thee who, mindful of the unhonored dead, does in these lines their artless tale relate. If chance by longingly contemplation led, some kinder spirit shall incur their fate. The dead villagers rose in the graveyard without recognition. Also, this poem will be a tribute to them. They lived their lives with morals. They died in the care of a loving person, and they closed their eyes with prayers in one's eyes. One day, a kind soul may come and inquire after the death, one out of curiosity. മരിച്ച ഗ്രാമീണർ തിരിച്ചറിയപ്പെടാതെ ശ്മശാനത്തിൽ വിശ്രമിക്കുന്നു. കൂടാതെ ഈ കവിത അവർക്കുള്ള ആദരാഞ്ജലി ആയിരിക്കും. ധാർമ്മികതയോടെയാണ് അവർ ജീവിതം നയിച്ചത്. സ്നേഹനിധിയായ ഒരാളുടെ പരിചരണത്തിൽ അവർ മരിച്ചു. ഒപ്പം ഒരാളുടെ കണ്ണുകളിൽ പ്രാർത്ഥനയോടെ അവർ കണ്ണുകൾ അടച്ചു. ഒരു ദിവസം ഒരു കൗതുകത്താൽ ഒരു ദയയുള്ള ആത്മാവ് വന്ന് മരിച്ചയാളുടെ കാര്യം അന്വേഷിച്ചേക്കാം. Stanzas 25-28. Haply some horny-headed swan may say, oft have we seen him at the peep of dawn, brushing with hasty steps the dew away to meet the sun upon the upland lawn. There at the foot of yonder nodding beech, that reaches its old fantastic roots so high, his listless length at noontide would he stretch and pour upon the brook that babbles by. Hard by on wood, now smiling us in swan, multering his waveyard fancies he would draw, now drawing awful man like one forlorn, or crazed with care, or crossed in hopeless love. One morn I missed him on the customized hill, along the heath and near his favourite tree. Another came not yet beside the rill, nor up the lawn, nor at the wood was he. If someone asks about the poet who rests in the graveyard, one of the villagers may talk about him. A free-spirited man was the poet.
He went to the mountains in morning and stood under the beech tree sometimes. Then he went to the brook. Beside he was sometimes mulching his fancies. The villager would say that he missed seeing the man one day. The poet was missing. The villager did not see him in his usual places, but he saw the funeral procession and how the man was buried in the graveyard. ശ്മശാനത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കവിയെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ ഗ്രാമവാസികളിൽ ഒരാൾ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞേക്കാം: സാധുവായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം രാവിലെ മലമുകളിലേക്ക് പോകും. ചിലപ്പോൾ ബീച്ചിൽ മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കും. പിന്നെ അദ്ദേഹം തോട്ടിലേക്ക് പോകും. കൂടാതെ ഇടയ്ക്കിടെ അദ്ദേഹം തൻ്റെ ഭാവനകളെക്കുറിച്ച് സംസാരിക്കും. ഒരു ദിവസം ആ മനുഷ്യനെ കാണാതെ പോയെന്ന് ഗ്രാമവാസി പറയും. ഗ്രാമവാസി അദ്ദേഹത്തെ സാധാരണ സ്ഥലങ്ങളിൽ കണ്ടില്ല. പിന്നെ കണ്ടത് ശവസംസ്കാര ഘോഷയാത്രയും ആ മനുഷ്യനെ ശ്മശാനത്തിൽ അടക്കം ചെയ്തെങ്ങനെയെന്നുമാണ്. Stanzas 29-32. The nurse with riches due in sad array, slow through the church-way path we saw him drawn. Approach and read, for thou canst read the lay graven on the stone beneath yon aged throne. The epitaph. Here rests his head upon the lap of earth, a youth to fortune and to fame unknown, fair science forwarded not on his humble birth, and melancholy marked him for her own. Large was his bounty and his soul sinner. Heaven did a response as largely sent. He gave to mystery all he had, a tear he granted from heaven. It was all the whispered a friend. No far seek his merits to disclose, or draw his frailties from their dread abroad. There they alike in trembling harm repose, the blossoms of his Father and his God. In this part of the poem, he says that his epitaph would read thus: Here lies the young man who was not popular. His life was full of sorrow. Knowledge was his only wealth. He gave his life to misery, and all he longed was for a friend to support. One need not look away to know about him. All that he did lies with him, close to God in the lap of earth. കവിതയുടെ ഈ ഭാഗത്ത് തൻ്റെ എപ്പിത്താഫ് എങ്ങനെ വായിക്കുമെന്ന് കവി പറയുന്നു. ജനപ്രിയനല്ലാത്ത ചെറുപ്പക്കാരൻ ഇവിടെ കിടക്കുന്നു. അവൻ്റെ ജീവിതം ദുഃഖം നിറഞ്ഞതായിരുന്നു. അറിവ് മാത്രമായിരുന്നു അവൻ്റെ സമ്പത്ത്. അവൻ തൻ്റെ ജീവിതം ദുരന്തത്തിന് വിട്ടുകൊടുത്തു. അവൻ ആഗ്രഹിച്ചത് ഒരു സുഹൃത്തിനെ പിന്തുണയ്ക്കാൻ മാത്രമായിരുന്നു. അവനെക്കുറിച്ചറിയാൻ ആരും തിരിഞ്ഞു നോക്കേണ്ടതില്ല. അവൻ ചെയ്തതെല്ലാം ഭൂമിയുടെ അടിത്തട്ടിൽ ദൈവത്തോട് ചേർന്ന് അവനോടൊപ്പം കിടക്കുന്നു. Themes. The poem Elegy Written in a Country Churchyard speaks of ordinary people. It is an elegy for pure villagers. They are not famous, but they are honest. So the poet has written this poem to honor them. The poem talks about death as an equalizer. Rich or poor should end in death. Moreover, no man can escape death. In death, all are equal. Besides, nothing, including any amount of rich or glory, can bring the death to life. Even pure people deserve respect for their death. Even opportunities they would have become great men in their times. ഈ കവിത സാധാരണ ജനങ്ങളെ പറ്റിയാണ് പറയുന്നത്. ദരിദ്രരായ ഗ്രാമീണർക്ക് ഇത് ഒരു ഐശ്വര്യമാണ്. അവർ പ്രസിദ്ധരല്ല, പക്ഷേ അവർ സത്യസന്ധന്മാരാണ്. അതുകൊണ്ട് അവരെ ആദരിക്കാനാണ് കവി ഈ കവിത എഴുതുന്നത്. കവിത മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ധനികനോ ദരിദ്രനോ എല്ലാവരും മരണത്തിൽ അവസാനിക്കണം. മാത്രമല്ല, ഒരു മനുഷ്യനും മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല.
മരണത്തിൽ എല്ലാവരും തുല്യരാണ്. കൂടാതെ സമ്പന്നതയോ മഹത്വമോ ഉൾപ്പെടെ യാതൊന്നിനും മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയില്ല. പാവപ്പെട്ടവർ പോലും അവരുടെ മരണത്തിൽ ആദരവ് അർഹിക്കുന്നു. അവസരങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിൽ അവർ അവരുടെ കാലഘട്ടത്തിൽ മഹാന്മാരായി മാറുമായിരുന്നു. സെറ്റിംഗ്. As far as the setting and mood go, the time is evening and every living being on earth is retiring for the night. As the poem opens, the speaker is seen at the churchyard. He hears the usual evening sounds. The church bell is ringing. The shepherds and the cattle are returned home after the day's work. The location is rural. The atmosphere is subdued and melancholic. Darkness and silence fill the place except for the hooting of owl, the buzz of the beetle, and the ringing of the bells. Regardless of all this gloom, the speaker stands in the middle of tombstones in the graveyard. And while there, he images the lives of the dead people who silently sleep there. സമയം വൈകുന്നേരമാണ്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും രാത്രി വിശ്രമിക്കുന്നു. കവിത തുടങ്ങുമ്പോൾ സ്പീക്കറെ പള്ളിമുറ്റത്ത് കാണാം. അവൻ സാധാരണ സായാഹ്ന ശബ്ദങ്ങൾ കേൾക്കുന്നു. പള്ളിമണി മുഴങ്ങുന്നു. ഇടയന്മാരും അവരുടെ കന്നുകാലികളും പകൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയാണ്. പശ്ചാത്തലം ഗ്രാമീണമാണ്. അന്തരീക്ഷം ശാന്തവും വിഷാദവുമാണ്. മൂങ്ങയുടെ ശബ്ദവും ചീവിടിൻ്റെ മുഴക്കവും മണിനാദവും ഒഴിച്ചാൽ അവിടെ ഇരുട്ടും നിശബ്ദതയും നിറഞ്ഞു നിൽക്കുന്നു. ആ ഇരുട്ടിനെ വകവയ്ക്കാതെ ശ്മശാനത്തിലെ ശവകുടീരങ്ങളുടെ നടുവിൽ സ്പീക്കർ നിൽക്കുന്നു. അവിടെ ഇരിക്കുമ്പോൾ അവിടെ നിശബ്ദമായി ഉറങ്ങുന്ന മനുഷ്യരുടെ ജീവിതം അദ്ദേഹം സങ്കല്പിക്കുന്നു. ഫോം ആൻഡ് സ്റ്റാൻഡ്. The poem Elegy Written in a Country Churchyard consists of 33 stanzas. Each stanza has 4 lines. As an elegy, the poem mourns the death of ordinary men. In this poem, Gray talks about the death and the lives of the middle-class people. The poem follows all the conventions of the elegiac tradition. Scholars look at this poem as a representative piece of literature for the genre of elegy. To begin with, Elegy Written in a Country Churchyard has heroic quatrains as stanzas. 4 lines with iambic pentameter constitute each stanza. A pentameter consists of 10 syllables. Also, the first and the third lines rhyme at the ending. The second and the fourth lines rhyme at the ending of each stanza. Secondly, the rhyming scheme is AB, AB, CD, CD, EF, EF, etc. Thirdly, the most importantly, the poem follows the conventions of an elegy. There is a pastoral setting, however, there are no pastoral characters. The poem ends in poet's own epitaph. In addition to its great content, the poem has beautifully executed figures of speech in the stanzas that talks about hidden germs and desert flowers. 33 ചരണങ്ങൾ അടങ്ങിയതാണ് ഈ കവിത. ഓരോ ചരണത്തിനും 4 വരികളുണ്ട്. ഒരു എലിജി എന്ന നിലയിൽ ഈ കവിത സാധാരണ മനുഷ്യരുടെ മരണത്തെക്കുറിച്ച് വിലപിക്കുന്നു. മാത്രമല്ല, ഈ കവിതയിൽ ഗ്രേ മധ്യവർഗക്കാരുടെ മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും സംസാരിക്കുന്നു. ഈ കവിത എലിജിയാക് പാരമ്പര്യത്തിൻ്റെ എല്ലാ നിയമങ്ങളും പാലിക്കുന്നു. പണ്ഡിതർ ഈ കവിതയെ എലിജിയുടെ വിഭാഗത്തെ പ്രതികരിക്കുന്ന സാഹിത്യമായി കാണുന്നുണ്ട്. ഈ കവിതയുടെ തുടക്കത്തിൽ വിരോചിതമായ ക്വാട്രെയിനുകൾ ചരണങ്ങളായിട്ടുണ്ട്. അയാംബിക് പെൻറ്റാമീറ്ററുള്ള 4 വരികൾ ഓരോ ചരണത്തിലും ഉൾക്കൊള്ളുന്നു. ഒരു പെൻറ്റാമീറ്ററിൽ 10 അക്ഷരങ്ങൾ അടങ്ങിയിരിക്കുന്നു. കൂടാതെ ആദ്യത്തെയും മൂന്നാമത്തെയും വരികളുടെ അവസാനത്തിൽ പ്രാസവുമുണ്ട്. ഓരോ ചരണത്തിൻ്റെയും അവസാനത്തിൽ രണ്ടാമത്തെയും നാലാമത്തെയും വരികളിലും പ്രാസമുണ്ട്. റൈം സ്കീം AB, AB, CD, CD, EF, EF തുടങ്ങിയവ. ഒരു ഇടയ ക്രമീകരണം ഈ കവിതയിലുണ്ട്. എന്നിരുന്നാലും ഇടയ കഥാപാത്രങ്ങളൊന്നുമില്ല. കവിയുടെ സ്വന്തം എപ്പിത്താഫിൽ കവിത അവസാനിക്കുന്നു.
മഹത്തായ ഉള്ളടക്കത്തിന് പുറമെ മറഞ്ഞിരിക്കുന്ന രത്നങ്ങളെയും മരുഭൂമിയിലെ പൂക്കളെയും കുറിച്ച് സംസാരിക്കുന്ന ചരണത്തിലെ സംഭാഷണ രൂപങ്ങളും കവിതയിൽ മനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.